1500 കാലഘട്ടം. ഹംഗറിയിലെ ഒരു ചെറിയ ഭവനം. അവിടെ നിന്നും ഒരു കൂട്ട നിലവിളി ഉയരുകയാണ്. അവിടുത്തെ പെൺകുട്ടിയെ കാണാനില്ല. ഇന്ന് അവളെയും ചേർത്ത് ആറാമത്തെ കുട്ടിയാണ് കാണാതാവുന്നത്. നാട് മുഴുവൻ ഭീതിയിലായിരുന്ന സമയത്താണ് പ്രഭു കുടുംബാംഗമായ എലിസബത്ത് ബത്തേരി അവരുടെ രക്ഷയ്ക്കായി എത്തുന്നത്. അങ്ങനെ നാട്ടുകാർ തങ്ങളുടെ കന്യകമാരായ പെൺകുട്ടികളെ എലിസബത്തിന്റെ കൊട്ടാരത്തിലെത്തിക്കുന്നു. പിന്നീട് ആ കുട്ടികളെ കാണാനുള്ള അധികാരം വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. തങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഓർത്ത് അവരതിന് സമ്മതിച്ചു. എന്നാൽ ഒരിക്കൽ ഒരു പിതാവ് തന്റെ മകളെ കാണാൻ കൊട്ടാരത്തിലെത്തി. എന്നാൽ കാവൽക്കാർ അവരെ അകത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. പെട്ടെന്നാണ് ജനലിലൂടെ ഒരു മാംസകഷ്ണം താഴേക്ക് വീഴുന്നത് അയാൾ ശ്രദ്ധിച്ചത്. അതൊരു മനുഷ്യമാംസമായിരുന്നു. അയാൾ തിരിച്ചറിഞ്ഞു. എലിസബത്തിന്റെ കൊട്ടാരത്തിന് മുമ്പിൽ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഒത്തുകൂടി. എല്ലാവരുടെയും ആവശ്യം ഒന്നായിരുന്നു: തങ്ങളുടെ പെൺമക്കളെ കാണണം. അവസാനം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അവിടെ ഉണ്ടായത്. ഒരു ബാത്ടബിൽ നിറയെ രക്തമായിരുന്നു, കൂടാതെ കഷ്ണങ്ങളാക്കിയ മനുഷ്യമാംസവും. ബാല്യത്തിലെ എലിസബത്തിന് അപസ്മാരം വന്നു. മരുന്നിനായി അവൾക്ക് നൽകിയിരുന്നത് മനുഷ്യരക്തമായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ തന്നെ എലിസബത്തിന് വിവാഹം കഴിപ്പിച്ചു. എന്നാൽ അവരുടെ ഭർത്താവ് യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം കഴിഞ്ഞ് അയാൾ മടങ്ങിയെത്തിയപ്പോൾ എലിസബത്തിന്റെ സൗന്ദര്യം അപ്പാടെ നശിച്ചിരുന്നു. അതോടെ അയാൾ എലിസബത്തിനെ ഉപേക്ഷിച്ചു. മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഒരിക്കൽ എലിസബത്തിന്റെ വൈദ്യന്മാരിലൊരാൾ കന്യകമാരുടെ രക്തം കുടിക്കുകയും അതിൽ കുളിക്കുകയും പിന്നീട് ആ മാംസം ഭക്ഷിക്കുകയും ചെയ്താൽ സൗന്ദര്യം കൂടുമെന്ന് അവളോട് പറഞ്ഞു. അന്നു മുതൽ അവൾ കന്യകമാരായ പെൺകുട്ടികളെ വേട്ടയാടാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് അരങ്ങേറിയ നാടകങ്ങളാണ് പിന്നീട് നാട്ടിൽ കണ്ടത്. എന്തായാലും വിചാരണയ്ക്ക് ശേഷം എലിസബത്തിന്റെ കൂട്ടാളികളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ പ്രഭു കുടുംബാംഗമായ എലിസബത്തിനെ അവർ തുറുങ്കലിലടച്ചു. അവിടെ കിടന്നായിരുന്നു അവരുടെ മരണവും. 600-ലേറെ പെൺകുട്ടികളുടെ രക്തം കുടിച്ച ഇവർ പിന്നീട് ലേഡി ഡ്രാക്കുള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം നിച്ചു.